അവസാനം എന്തുണ്ടായി? ഞങ്ങൾ ലെഫ്റ്റ് റൈറ്റ് വോയിസ് പറഞ്ഞത് തന്നെ സംഭവിച്ചു. ഒരു മാറ്റവും ഉണ്ടായില്ല. ഞങ്ങൾ ഒരു മാസം മുമ്പ് ചെയ്ത ന്യൂസ് വീഡിയോയിൽ പറഞ്ഞതാണ് മാധ്യമരംഗത്തെ മാറ്റങ്ങളെക്കുറിച്ച്. 1/4 നൂറ്റാണ്ടിലധികം 25 വർഷത്തിലധികം മലയാളത്തിലെ ന്യൂസ് ചാനൽ രംഗം അടക്കിവാണ ഏഷ്യാനെറ്റ് ന്യൂസ് 2ാം സ്ഥാനത്തേക്ക് പോകുന്ന കാലം വിദൂരമല്ല, അടുത്ത ആഴ്ചകൾക്കുള്ളിൽ സംഭവിക്കുമെന്ന് വ്യക്തമായിട്ട് ഞങ്ങൾ സ്ഥാപിച്ച് പറഞ്ഞതാണ്. അതേപോലെ സംഭവിച്ചിരിക്കുന്നു. ലെഫ്റ്റ് റൈറ്റ് വോയിസിന്റെ വിലയിരുത്തൽ 101% കറക്റ്റ് ആയിരിക്കുന്നു. ഏഷ്യാനെറ്റ് അവരുടെ അപ്രമാദിത്വത്തിൽ നിന്ന് അവർ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ട് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് റിപ്പോർട്ടർ TV 1ാം സ്ഥാനത്തെത്തി. റേറ്റിംഗിൽ അറിയാമല്ലോ, ബാർക്ക് റേറ്റിംഗിൽ. ഇപ്പം എന്ത് സംഭവിച്ചു? ഏഷ്യാനെറ്റിൽ അങ്കലാപ്പായി. ഏഷ്യാനെറ്റ് മാനേജ്മെന്റ് വിചാരം ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നായിരുന്നു. നമ്മൾ കൊടുത്ത മുന്നറിയിപ്പ് ഇപ്പം എന്തായി? ഏഷ്യാനെറ്റിന്റെ 1ാം സ്ഥാനം ചരിത്രത്തിൽ ആദ്യമായിട്ട് നഷ്ടപ്പെട്ട അവസ്ഥ. എത്രയോ വർഷങ്ങൾ അവർ മലയാള ചാനൽ ന്യൂസ് രംഗം അടക്കി വാണവരാണ്. ഇപ്പൊ റിപ്പോർട്ടർ TV 2ാമതും 1ാമതും എത്തിയപ്പോൾ ഈ അങ്കലാപ്പിൽ റിപ്പോർട്ടർ TVയിലെ ന്യൂസ് ഡിവിഷനിൽ പ്രധാന സ്ഥാനം വഹിച്ചിരുന്ന, ഡിജിറ്റൽ മീഡിയയുടെ തലപ്പത്തിരുന്ന, ന്യൂസ് അവതരണത്തിലെ വളരെ നിർണായക സ്ഥാനം വഹിച്ച ഉണ്ണി ബാലകൃഷ്ണനെ അവിടെ നിന്ന് ചാക്കിട്ട് പിടിച്ചു ഏഷ്യാനെറ്റ് മുതലാളി രാജീവ് ചന്ദ്രശേഖർ വലിയ ശമ്പളത്തിന്. അതിൽ ഉണ്ണി ബാലകൃഷ്ണൻ വീണു. ഞങ്ങൾ ആ വാക്ക് ഉപയോഗിക്കുകയാണ്, വീണു എന്ന് പറയാൻ കാര്യം ബാക്കിയുണ്ട്. ഉണ്ണിയെ റിപ്പോർട്ടർ TVയിൽ പിടിച്ചു നിർത്താൻ അതിലെ ആൻഡോ സഹോദരന്മാര് മാനേജ്മെന്റ് അവരാണല്ലോ. മരമുറി കേസിലെ പ്രതികളായിട്ട് ജയിലിൽ റിമാൻഡിൽ പോയവരാണല്ലോ ഇപ്പോഴത്തെ മുതലാളിമാര്. അവര് നടത്തുന്ന ചാനലിൽ നിന്ന് ഉണ്ണി ബാലകൃഷ്ണൻ രാജിവെച്ചപ്പോൾ അത് സ്വീകരിക്കാതിരിക്കാൻ അവർ പരമാവധി ശ്രമിച്ചു. ഉണ്ണി ബാലകൃഷ്ണൻ അവിടെ നിർത്താൻ ശ്രമിച്ചു എന്നാണ് പിന്നാമ്പുറ സംസാരം. പക്ഷെ ഉണ്ണി ഈ ഏഷ്യാനെറ്റിലെ വലിയ ശമ്പളവും മോഹിച്ച് ഉണ്ണി ഏഷ്യാനെറ്റിലേക്ക് പോകുന്നു. അത് ഉണ്ണിയുടെ തീരുമാനം, നമുക്ക് അതിനകത്ത് ചോദ്യം ചെയ്യാനൊന്നുമില്ല. പക്ഷെ ഇപ്പൊ റിപ്പോർട്ടർ TV എന്താ ചെയ്യുക? 2 ആഴ്ച 1ാം സ്ഥാനത്തേക്ക് കയറിയ ഏഷ്യാനെറ്റിനെ തോൽപ്പിച്ച റിപ്പോർട്ടർ TVക്ക് ഇനി ന്യൂസ് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ ചില കരുക്കൾ നീക്കങ്ങൾ ആവശ്യമാണ്. ആ കരുക്കൾ നീക്കങ്ങളിലേക്ക് ആര് വരുന്നു എന്നുള്ളത് പ്രധാനമാണ് മീഡിയ രംഗത്ത് നിന്ന്. അതായത് മാപ്രകളിൽ ആര് വരും എന്നുള്ളത്. അപ്പൊ ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് വേറൊരു കറുത്ത കുതിരയുണ്ട്. ഞങ്ങൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് മലയാളം എന്ന് പറയുന്ന ഒരു കറുത്ത കുതിരയുണ്ട്. ആ കറുത്ത കുതിര വൈകാതെ ഈ ഏഷ്യാനെറ്റിനും റിപ്പോർട്ടർക്കും പിന്നിൽ 3ാമതെത്തുമെന്ന് ഞങ്ങൾ പ്രവചിച്ചിരുന്നു. അത് വൈകാതെ സംഭവിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടർ TVയെ മറികടന്നിട്ട് ന്യൂസ് മലയാളം ഇപ്പോഴത്തെ രീതിയിൽ അവരുടെ കണ്ടന്റുമായിട്ട് മുന്നോട്ട് പോയാൽ ന്യൂസ് മലയാളം വൈകാതെ 2ാം സ്ഥാനത്തേക്ക് എത്തിയാൽ 1ാം സ്ഥാനം റിപ്പോർട്ടർ, 2ാം സ്ഥാനം ന്യൂസ് മലയാളം, ഏഷ്യാനെറ്റ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും. ഏഷ്യാനെറ്റ് ന്യൂസ് ഈ ബുദ്ധി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പൊ ഉണ്ണി ബാലകൃഷ്ണനെ ഏഷ്യാനെറ്റ് തിരിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് മടക്കി വിളിച്ചിരിക്കുന്നത്. അദ്ദേഹം വർഷങ്ങളോളം ഏഷ്യാനെറ്റ് ന്യൂസിലായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം മാതൃഭൂമി പത്രം തുടങ്ങിയപ്പോൾ അതിന്റെ ന്യൂസിന്റെ ഒരു പ്രധാന തസ്തികയിലേക്ക് പോയി. പക്ഷെ ഉണ്ണിക്ക് മാതൃഭൂമി ന്യൂസിൽ തിളങ്ങാനായില്ല എന്നത് ഇവിടെ നമ്മൾ കാണുക. എന്തുകൊണ്ട്? അപ്പൊ ഉണ്ണി ബാലകൃഷ്ണനെ പേരെടുത്തിരിക്കുന്ന വെല്ലുവിളി ചെറുതല്ല. എന്തുകൊണ്ട് ഏഷ്യാനെറ്റ് വിട്ടു വന്ന ഉണ്ണി ബാലകൃഷ്ണന് മാതൃഭൂമിയെ ഒരു നമ്പർ 1, നമ്പർ 2 ചാനലാക്കി മാറ്റാൻ പറ്റിയില്ല? എന്താണ് കാര്യം? ഇതൊരു പ്രസക്തമായ ചോദ്യമാണ്. അവിടെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യമായപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും കൂടെ ചേർന്നിട്ട് യൂടോക്ക് തുടങ്ങി. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വലിയ ചടങ്ങിൽ VIP-കളൊക്കെ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു യൂടോക്ക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഉദ്ഘാടനം ചെയ്തത്. അത് നമ്മൾ ഓർക്കുക. ആ യൂട്യൂബ് ചാനൽ 1 മാസം കൊണ്ട് അവിടെ അടിപിടിയായിട്ട് ഉണ്ണി ബാലകൃഷ്ണനും വേണു ബാലകൃഷ്ണനും ഒക്കെ അവിടുന്ന് അടിച്ചു പിരിഞ്ചു പുറത്തേക്ക് പോയിട്ട് തിരിച്ചിപ്പോ ഉണ്ണി ബാലകൃഷ്ണന്റെ സഹോദരൻ വേണു ബാലകൃഷ്ണൻ ഇപ്പൊ എവിടെയാണ്? മാധ്യമത്തിന്റെ മീഡിയ 1-ലാണ്. മീഡിയ 1 റേറ്റിംഗിൽ ഏറ്റവും അവസാനം കിടക്കുന്ന ചാനലാണ് ഇപ്പോഴും, എത്രയോ മാസങ്ങളായിട്ട്. അപ്പൊ വേണു ബാലകൃഷ്ണൻ ഒരു മാജിക്കോടെ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ സംഘപരിവാർ ചാനലായി മാറിയ മുദ്ര കുത്തപ്പെട്ട ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് ഉണ്ണി ബാലകൃഷ്ണൻ തിരിച്ചു വന്നിട്ട് ഉണ്ണി ബാലകൃഷ്ണൻ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു ചോദ്യമാണ്. ചോദ്യം വളരെ വ്യക്തമാണ്. ലെഫ്റ്റ് റൈറ്റ് വോയിസിന്റെ
ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ട, രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട, വൈകാതെ മൂന്നാം സ്ഥാനത്തേക്ക് മാറ്റപ്പെടാവുന്ന, താഴെ ഇറക്കപ്പെടാവുന്ന ഏഷ്യാനെറ്റ് ന്യൂസിനെ വീണ്ടും ഒന്നാം സ്ഥാനത്തെത്തിക്കാൻ ഉണ്ണി ബാലകൃഷ്ണയിൽ എന്തും മാജിക്കാണുള്ളത്, എന്ത് മാജിക്ക് വാൻഡ് ഒറ്റമൂലിയാണുള്ളത്? അത് കാത്തിരുന്ന് കാണാം നമുക്ക്. ഇത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. ഒരിക്കൽ സിംഹാസനത്തിൽ ഇരുന്നു, സിംഹാസനം നഷ്ടപ്പെട്ട് താഴെ വീണാൽ പിന്നെ ആ സിംഹാസനം കയറി പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടും. അതാണ് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJP നേതാവിന്റെ ഏഷ്യാനെറ്റ് ന്യൂസ് നേരിടുന്ന പ്രതിസന്ധി. ചെറിയ പ്രതിസന്ധി അല്ല, വളരെ രഹസ്യമായിട്ടാണ് ഉണ്ണി ബാലകൃഷ്ണനെ ഏഷ്യാനെറ്റിൽ എത്തിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇപ്പോഴവിടെ അടക്കി വാടിരുന്ന ത്രയങ്ങളുണ്ട്. ആരൊക്കെയാണ്? സിന്ധു സൂര്യകുമാർ, PG സുരേഷ് കുമാർ, ബിനു വി ജോൺ, ഇവർക്കൊക്കെ എന്ത് സംഭവിക്കും? നേരത്തെ രാധാകൃഷ്ണൻ MG എഡിറ്റർ പോസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ദൈനംദിന ന്യൂസിൽ അധികം ഇടപെട്ടിരുന്നില്ല. പിന്നെ അദ്ദേഹത്തെ പുകച്ച് പുറത്തിയാടിച്ചിട്ട് രാധാകൃഷ്ണൻ MG വിട്ടുപോയി. അതിനുശേഷം എഡിറ്റർ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അവിടേക്കാണ് ഉണ്ണി ബാലകൃഷ്ണ എഡിറ്റോറിയൽ അഡ്വൈസർ എന്ന് പറഞ്ഞാൽ എഡിറ്റർ, അതായത് ബിനു വി ജോണിനും സിന്ധു സൂര്യകുമാറിനും PG സുരേഷ് കുമാറിനും ഒക്കെ മുകളിൽ ഉണ്ണി ബാലകൃഷ്ണനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ. ഇതുകൊണ്ട് ഏതാണ്ട് ഈ ഒറ്റമൂലി പ്രയോഗം നടത്തി എല്ലാം ഒറ്റയടിക്ക് ശരിയാക്കാമെന്ന് ഏഷ്യാനെറ്റ് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. ഏഷ്യാനെറ്റിന്റെ വിയർപ്പ് എന്ന് പറയുന്നത് അത് ശശികുമാറിന്റെ വിയർപ്പുണ്ട്. അത് തുടങ്ങിയതിൽ, അതിനെ ഒരു വലിയ ന്യൂസ് പ്ലാറ്റ്ഫോമായിട്ട് വികസിപ്പിച്ചു കൊണ്ടുവന്നതിൽ ശശികുമാറിനൊപ്പം ഒരു വലിയ ന്യൂസ് ടീം ഉണ്ടായിരുന്നു. അതിൽ ഉണ്ണി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, വേറെ പലരും ഉണ്ടായിരുന്നു. അവർ പ്ലാറ്റ്ഫോം മാറി അവസാനം ഒരു ഹിന്ദുത്വ അജണ്ട സെറ്റ് ചെയ്ത് സംഘപരിവാർ ചാനലായിട്ട് മാറിയപ്പോൾ അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജനൻ TV ഉള്ളപ്പോൾ എന്തിനാണ് ഒരു സംഘപരിവാർ ചാനലായിട്ട് ഏഷ്യാനെറ്റ് ന്യൂസ്? ഇതാണ് ചോദ്യം. പിന്നെ അമൃത TV ഉണ്ടല്ലോ സംഘപരിവാർ ലൈനിൽ നിൽക്കുന്നത്. പിന്നെന്താ ഏഷ്യാനെറ്റിന്റെ പ്രസക്തി? ഏഷ്യാനെറ്റ് സ്വന്തം കുപ്പായം ഊരിയെറിഞ്ഞു, വിയർപ്പ് തുന്നിയിട്ട കുപ്പായം. വേടൻ പറയുന്നത് പോലെ ഏഷ്യാനെറ്റ് 10-20 വർഷം കൊണ്ട് തുന്നിയെടുത്ത വിയർപ്പ് തുന്നിയിട്ട കുപ്പായം ഊരിയെറിഞ്ഞിട്ട് ഒരു സംഘപരിവാർ കുപ്പായം ഇട്ടതിന്റെയാണ് ഇപ്പൊ ഏഷ്യാനെറ്റ് അനുഭവിക്കുന്നത്. ഈ മുന്നറിയിപ്പ് പലതവണ ലെഫ്റ്റ് റൈറ്റ് വോയിസ് തന്നിട്ടുണ്ട്. ഇനി തിരിച്ചു പിടിക്കുക അത്ര എളുപ്പമൊന്നുമല്ല. ഏത് ഉണ്ണി ബാലകൃഷ്ണൻ പോയാലും ഏത് ദേവേന്ദ്രൻ പോയാലും തിരിച്ചു പിടിക്കൽ അത്ര എളുപ്പമൊന്നുമല്ല കുട്ടികളെ. അത് മനസ്സിലാക്കണം, ഏഷ്യാനെറ്റിൽ ഇരിക്കുന്നവർ മനസ്സിലാക്കണം. ഇനി റിപ്പോർട്ടർ TVക്കും വരുന്നുണ്ട്, ന്യൂസ് മലയാളം കയറി വരുന്നുണ്ട്. സൂക്ഷിക്കുക. മലയാള മാധ്യമരംഗം എന്തുകൊണ്ട് ഇങ്ങനെ തകർന്നടിയുന്നു? നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രേക്ഷകർ കുറയുന്നു? എല്ലാ ചാനലിലും പ്രേക്ഷകർ കുറയുകയാണ്. ഏഷ്യാനെറ്റിന്, റിപ്പോർട്ടർ TVക്ക്, പിന്നെ ഈ പറയുന്ന മറ്റു ചാനലുകൾ എല്ലാത്തിനും, മാതൃഭൂമി മനോരമ ഉൾപ്പെടെ വ്യൂവർഷിപ്പ് കുറയുകയാണ്. എന്തുകൊണ്ടാണ് കുറയുന്നത്? അത് നിങ്ങൾ എന്താണ് മാപ്രകളുടെ പണിയാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി. സാധാരണക്കാരും കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ സത്യമറിയാൻ യൂട്യൂബിലേക്കും സോഷ്യൽ മീഡിയയിലേക്കും പോവുകയാണ്. അവിടെ പലരും സത്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. എല്ലാവരും പറയുന്നത് നിങ്ങൾ പറയില്ല, വിളിച്ചു പറയുന്നവരുണ്ട്. അവരുടെ പിന്നാലെ പ്രേക്ഷകർ പോകുന്നുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സാമ്രാജ്യം തിരിച്ചു പിടിക്കുക എളുപ്പമല്ല. അത് ഏത് ദേവേന്ദ്രൻ വന്നാലും എളുപ്പമല്ല. കാരണം കണ്ടന്റ് പോയി, സാഹചര്യം മാറിപ്പോയി, നിങ്ങൾ തന്നെ ഇതില്ലാണ്ടാക്കി. അപ്പൊ നിങ്ങളിനി തിരിച്ചു പിടിക്കാൻ നിങ്ങളുടെ ലൈൻ ആദ്യം മാറണം. ഏഷ്യാനെറ്റ് തിരിച്ചു വരണമെങ്കിൽ ഏഷ്യാനെറ്റിന്റെ സംഘപരിവാർ ലൈൻ മാറ്റിയിട്ട് പഴയ ട്രാക്ക് തിരിച്ചു പിടിക്കണം. അതിനുള്ള ഉദ്ദേശമാണോ രാജീവ് ചന്ദ്രശേഖർ, BJP സംസ്ഥാന പ്രസിഡന്റ്, ഉദ്ദേശിക്കുന്നത്? ഏഷ്യാനെറ്റിന്റെ മുതലാളി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ഉണ്ണി ബാലകൃഷ്ണനെ ഇടതുപക്ഷ നിലപാടുകൾ പലപ്പോഴും പ്രകടിപ്പിക്കുന്ന പിണറായി സർക്കാരിനെ വാനോളം പുകഴ്ത്തുന്ന, വെറുതെയല്ല, സത്യസന്ധമായ കണക്കുകൾ അവതരിപ്പിച്ച് വാനോളം പുകഴ്ത്തുന്ന, അനുകൂലിക്കുന്ന പിണറായി സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിൽ ഉണ്ണി ബാലകൃഷ്ണൻ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ ചോദ്യം. റിപ്പോർട്ടർ ചാനലിൽ വന്നിരുന്നിട്ട് ഇത്രയും നാള് വസ്തുനിഷ്ഠമായിട്ട് പിണറായി സർക്കാരിന്റെ കാര്യങ്ങള്, വികസന കുതിപ്പിൽ ചെയ്ത കാര്യങ്ങളെ എണ്ണി പറഞ്ഞ് പ്രേക്ഷകരെ കൂട്ടിയ, റിപ്പോർട്ടർ TVക്ക് പ്രേക്ഷകരെ കൂട്ടിയ ഉണ്ണി ബാലകൃഷ്ണന് ഏഷ്യാനെറ്റിൽ വന്നിരുന്ന അങ്ങനെ മിണ്ടാൻ പറ്റുമോ എന്നുള്ളത് പ്രേക്ഷകർ നോക്കും, ശ്രദ്ധിച്ചിരിക്കും. അവിടെ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു. ഉണ്ണി ബാലകൃഷ്ണന്റെ ഈ ദൗത്യം ഒരു പരാജയമായിട്ട് അവസാനിക്കുമെന്ന് ഒരു സംശയവുമില്ലാതെ ഞങ്ങൾ ലെഫ്റ്റ് റൈറ്റ് വോയിസ് ഇവിടെ പറയുന്നു. കാത്തിരുന്ന് കണ്ടുകൊള്ളുക.